ഹായ്, എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ടൂടെ സംസാരിക്കുന്നത് എൻ്റെ ഫെബ്രുവരിയിലെ കുറച്ച് ഓർമ്മകളാണ് കേട്ടോ. ഫെബ്രുവരി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേന്ന് പറയുമ്പോൾ പുൽവാമ അറ്റാക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം. 2019 ഫെബ്രുവരി 14-ാം തീയതി പുൽവാമ എന്ന് പറയുന്ന സ്ഥലം രക്തക്കളമാവുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിനും നമുക്കും കാവലും സുരക്ഷയും തരുന്ന ധീര ജവാക്കന്മാരുടെ ശരീരം ചിന്നിച്ചിതറി പോവുകയും ചെയ്തു. ഈ സമയത്ത് ഈ ഒരു അറ്റാക്ക് കൊണ്ട് തന്നെ ഫെബ്രുവരി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു മാസം തന്നെയാണ്. ഫെബ്രുവരിയിലെ എൻ്റെ രണ്ടാമത്തെ ഓർമ്മ എന്ന് പറയുമ്പോൾ, നമുക്കൊരു ആൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടാവണമെന്നാണല്ലോ ആഗ്രഹം എല്ലാവർക്കും. അപ്പം എനിക്കൊരു പെൺകുട്ടി ഉണ്ടായ മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു നമുക്ക് ഒരുക്കി കൊണ്ട് നടക്കാനും എന്താ പറയുക, നല്ല നല്ല ഡ്രസ്സുകൾ ഇടാനും ഒക്കെ നമുക്ക് ആൺകുട്ടികളെക്കാട്ടിലും പെൺകുട്ടി. അപ്പം ആദ്യം ഒരു ആൺകുട്ടി ഉണ്ടായി, രണ്ടാമതൊരു പെൺകുട്ടി ഉണ്ടായ മാസമാണ് ഫെബ്രുവരി. മൂന്നാമത്തേന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു മാസമാണ് ഫെബ്രുവരി 14, വാലന്റൈൻസ് ഡേ. അപ്പം വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുള്ള കോളേജ് ടൈമിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ പഠിച്ചത് ബാംഗ്ലൂരിൽ ബെനർഘട്ട എന്ന് പറയുന്ന ടീച്ചർ കോളേജിലാണ്. അപ്പം ഞാൻ പഠിച്ച കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോളേജല്ല, ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ അത്യാവശ്യം എല്ലാ കോഴ്സുകളും ഉണ്ട്. നമ്മളിങ്ങനെ കോളേജിൽ പോകുന്ന ടൈമിൽ ഇന്നൊരു പയ്യൻ നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് സർവ്വസാധാരണമാണോ, അത് നമ്മളിങ്ങനെ നോക്കി മൈൻഡ് ചെയ്തങ്ങ് വിട്ടു. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അങ്ങനെ വാലന്റൈൻസ് ഡേ വന്നു. വാലന്റൈൻസ് ഡേ വന്നപ്പോൾ ഈ കൊച്ചിനെ കണ്ടില്ല അന്നത്തെ ദിവസം. അപ്പം അന്ന് ഈ കുട്ടീനെ കാണാനിടയായത്. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് എഴുതി ഇന്ന് ആ കുട്ടീനെ കണ്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ പോവുകയും ചെയ്തു. അപ്പം 2 ചെറുക്കന്മാർ നമ്മുടെ ക്ലാസ്സിൽ വരികയും നമ്മളോട് ചോദിക്കുകയും ചെയ്തു. ക്ലാസ്സിലുള്ള ഒരു കുട്ടിയോട് ചോദിച്ചു, മീതു ജോർജ് എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എണീച്ചിട്ടോ. അപ്പം ഞാൻ ടെൻഷൻ അടിച്ചു, ഇനി എന്താ സംഭവം എന്ന്. അപ്പം കുട്ടീനെ PR അവിടെ നിന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മീതു എലിസ എന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് ഞങ്ങൾ PR അടുത്ത് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, പെട്ടെന്നൊരു ഞാൻ ഈ രാവിലെ കണ്ടില്ല എന്ന് പറഞ്ഞ ഈ കുട്ടി കുറേ പൂക്കളായിട്ട് അടുത്തോട്ട് വന്നു. അപ്പം അതെൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. കാരണം ഈ വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ ഒരു പൂ കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം. പെട്ടെന്ന് ഞാൻ ഭയങ്കര ഇതായിപ്പോയി. നമ്മളത് പ്രതീക്ഷിച്ചല്ലല്ലോ പോയെ. അവിടുന്ന് കുറേ ഫ്രണ്ട്സുകൾ കൂക്കുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, അത് വാങ്ങിക്കാതെ ഞങ്ങൾ PR അടുത്ത് പോവുകയും ചെയ്തു. കുറച്ച് ഡൗട്ടുകൾ എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വാലന്റൈൻസ് ഡേയുടെ ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് മൊത്തം കൂടെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹം അതൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഒരിക്കലും ഈ സ്നേഹം എന്ന് പറയുന്നത്, നമുക്ക് എന്തിനെ സ്നേഹിക്കാം, ഒരു മനുഷ്യനെ സ്നേഹിക്കാം, നമ്മുടെ ജോലിനെ സ്നേഹിക്കാം, നമുക്ക് ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തെ നമുക്ക് സ്നേഹിക്കാം, നമ്മുടെ അപ്പേനെ അമ്മേനെ നമുക്ക് സ്നേഹിക്കാം. ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അവരില്ലെങ്കിൽ എന്താ, ഞാൻ അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം അപ്പയില്ലെങ്കിൽ എന്താ, അമ്മയില്ലെങ്കിൽ എന്താ, അവരില്ലെങ്കിലും ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ അവർ ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അതിന് സപ്പോസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡെലിവറിയുടെ കാര്യങ്ങളായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അപ്പം പപ്പ എന്ന് പറയുന്ന കുറേ നാളായിട്ട് പ്രവാസി ജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു രീതി. അപ്പം പപ്പ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഫുഡൊക്കെ ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിക്കോളാം, കുറേ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചോളാം. അപ്പോൾ മമ്മി പറഞ്ഞു, വേണ്ട, ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പൊക്കോളാം. വേണ്ട. അപ്പോൾ പപ്പ പറഞ്ഞു, വേണ്ട, നീ ഉണ്ടാക്കണ്ട, ഞാൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കോളാം, എനിക്കിതൊക്കെ അറിയാം, ഞാൻ ഇതൊക്കെ എത്ര ലോകം കണ്ടയാ, നീ എന്നാ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങി, നമുക്കിതെല്ലാം മാനേജ് ചെയ്യാൻ, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡെലിവറിക്ക് പോയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരികയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ, നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിശോകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മമ്മിമാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മമാർ നോക്കുന്നത് പോലെ ഒരിക്കലും വീട് അവർക്ക് നോക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഫുഡിൻ്റെയും കാര്യങ്ങൾ ആണെങ്കിൽ തന്നെയും അവർ വീട്ടിലൊന്നും ഉണ്ടാക്കുകയും ചെയ്തില്ല, പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിക്കും, അപ്പോൾ ഭാര്യ ഇല്ലെങ്കിലും ഭർത്താവ് എല്ലാ കാര്യങ്ങളും ഭാര്യ ചെയ്യുന്നതിലും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അമ്മയില്ലെങ്കിൽ നമ്മളെ മക്കൾ അമ്മയില്ലെങ്കിലും വൃത്തിക്കായിട്ട് നമ്മൾ 1-2 ദിവസത്തിന് വേണ്ടി നമ്മൾ കുറെ സജഷൻസും കാര്യങ്ങളും കൊടുക്കും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. പക്ഷെ എന്നും ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നമുക്ക് അറിയില്ല. അതായത് ഇപ്പം നമ്മൾ നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അമ്മമാരുണ്ടാക്കി തരുന്ന നല്ല ഫുഡ് ഉണ്ടാക്കി തന്നാലും, ഇതെന്താ ഉപ്പ് കൂടിപ്പോയ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിന് ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് അവർ ചെയ്യുന്ന ആ ഒരു രീതി, അവർ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആ ഒരു രീതിയും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം
അവരൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരോട് തിരിച്ച് എന്താ പറയുക, നല്ല നല്ല ഫുഡാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന തെറ്റുകളുണ്ട് എന്ന്. അപ്പം ചിലവരുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അങ്ങനെ അങ്ങനെ പറയാത്തതുണ്ട്. എൻ്റെ പപ്പയാണെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാന്ന് പറയില്ല. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു പഴയ ഒരു ജനറേഷൻ ആണല്ലോ. നല്ലതാന്ന് പറയില്ല, പക്ഷേ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അതിലാണ് മമ്മിക്ക് മനസ്സിലാവുന്നത് ഫുഡ് നന്നായിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത്. ശരിക്കും നമുക്കത് തുറന്ന് പറയണം അല്ലേ. നല്ലൊരു ഫുഡാണ് അവർ നമുക്ക് തന്നതെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അവരോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം. ഒരു 5 മിനിറ്റിന് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ കൂടി പോയി 10 മിനിറ്റ് അതിനു വേണ്ടി എത്ര നേരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ആ ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കണേ. അമ്മയായിരിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള അല്ലെങ്കിൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ അമ്മമാരാണെങ്കിലും ഇപ്പം നമ്മളെ മക്കളായതുകൊണ്ട് നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തരുന്നു. പക്ഷെ എത്രയോ തവണ അവർ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് എനിക്ക് സഹായമായിരിക്കുന്നു. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട് അല്ലേ. സ്നേഹം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നപ്പോഴുണ്ടായ ഒരു സ്നേഹം തീർച്ചയായിട്ടും അത് കല്യാണം കഴിഞ്ഞ് അതായത് സ്വന്തമായതിനു ശേഷവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പ്രകടിപ്പിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. ഞാൻ എൻ്റെ പപ്പയോടും മമ്മിയോടും പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്ന ഒരു സമയത്ത് പപ്പ വിദേശത്തായിരുന്നു. അപ്പോൾ അവർക്ക് ആ സമയത്തൊന്നും ഇപ്പം ഞങ്ങളുടെ വളർച്ചയായിക്കോട്ടെ അല്ലെങ്കിൽ മമ്മി കൺസീവ് ആയി കഴിഞ്ഞിട്ടുണ്ടായ ആ ഒരു സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഛർദില് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും പപ്പയ്ക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വളർത്തേണ്ടതായിട്ടുള്ള ഒരു ചുമതലയൊക്കെ പപ്പയ്ക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ വിദേശത്തായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങളുടെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് തമ്മിൽ എന്താ പറയുക കാണാനും അല്ലെങ്കിൽ സ്നേഹിക്കാനും ഒന്നും കഴിഞ്ഞില്ല അടുത്ത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ദൈവം അതിനൊരു അവസരം തന്നേക്കാം. അപ്പം നിങ്ങൾ ഇപ്പം കിട്ടുന്ന സമയം പ്രായമായി കഴിഞ്ഞാൽ മമ്മിയൊക്കെ പറയും പ്രായമായി കഴിഞ്ഞാൽ എന്താണ് അതൊന്നും അങ്ങനെ. ഞാൻ പറഞ്ഞ പ്രായമായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ കുറച്ചും കൂടെ മനഃപൂർവ്വം എനിക്ക് തോന്നുന്നു നമ്മൾ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണം തോന്നുന്നു. അപ്പം അത് കുറച്ചും കൂടെ എന്താ പറയുക രണ്ടുപേരെയും മാനസികമായിട്ട് അടുപ്പിക്കാനും അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. അതെന്തായിക്കോട്ടെ. ഇപ്പം കിച്ചണിൽ ജോലി ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ജോലിയിൽ അതായത് നമ്മൾ പോകുന്ന ജോലി സ്ഥലത്താണെങ്കിലും എല്ലാം ഇഷ്ടത്തോടെ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടത്തോടെ ചെയ്യുക. ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴായിരിക്കും എപ്പോഴും നമുക്ക് ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നത്. ഇപ്പം ഈ വീഡിയോ ആണെങ്കിലും ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ പലയിടത്തു നിന്ന് നോക്കി കണ്ടുപിടിച്ച് എനിക്കിഷ്ടമാണ് ചെയ്യാൻ. പക്ഷേ അത്ര വൈറലും കാര്യങ്ങളൊന്നും അല്ല, അത്ര വ്യൂസ് പോലും ഇല്ല. പക്ഷേ എനിക്കിഷ്ടമാണ് ചെയ്യാൻ. എനിക്കതിനകത്തുനിന്നൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടാലും എനിക്കത് ഇഷ്ടമാണ്. ഇപ്പം നിങ്ങളുടെ ഞാൻ ഈ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു ബുക്കുണ്ട്. ഇതിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതും. പക്ഷേ ഇതൊക്കെ തന്നെയാണോ പറയണതെന്ന് ചോദിച്ചാൽ അല്ല. എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞ് അത് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. ഈവൻ ഞാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇത് കാണുമ്പോൾ എനിക്കൊരു കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. ഇപ്പം കിച്ചൺ ആണെങ്കിലും ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കും. ഓക്കെ, അതിനകത്ത് നിന്ന് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം ഞാനത് നീറ്റാക്കി ഇട്ടു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. എന്തിനേറെ പറയണേ, ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാലും നമ്മൾ അതിനകത്തു നിന്നൊരു സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ചെറിയ ചെറിയ ഓർമ്മകളും എനിക്ക് പറയാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ടേക്ക് കെയർ, ബൈ.